എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോടെ നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തേക്ക് കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ എല്ലാ തന്ത്രങ്ങളും പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അബിയും ജലജയും കൂടെ അടുത്ത പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുകയാണ് നവ്യനെ കൊടുക്കാനുള്ള. അതോടൊപ്പം തന്നെ നയനയുടെ കഷ്ടപ്പാടുള്ള പ്രതിഫലം നയനയ്ക്ക് കിട്ടുവാണ്. കുറെ നാളായി, ഒരു 1-2 മാസമായി നയന വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അതിനുള്ള പ്രതിഫലം നയനയുടെ കൈകളിലേക്ക് എത്തുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അബി ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണ്. അബിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നവ്യയുടെ മുന്നിൽ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ. നന്നായിട്ട് അബി അങ്ങോട്ട് അഭിനയിക്കുവാണ്. പക്ഷെ നവ്യക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അബി തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണ്. തന്നെ ഇല്ലാതാക്കാനെ കൊണ്ടുപോയതൊന്നും നവ്യക്ക് അറിയില്ലായിരുന്നു. പിന്നീട് നവ്യനെ വിളിച്ചോണ്ട് നേരെ അബി മുറിയിലേക്ക് പോവാണ്. പക്ഷെ മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടും അബിക്കൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ജലജ അങ്ങോട്ട് വരുവാണ്. ജലജ വന്നിട്ട് ചോദിച്ചു, അബി നിന്റെ വേദനയൊക്കെ കുറവുണ്ടോന്ന് ചോദിക്കണം. കുറവുണ്ടമ്മേന്നാണ്. എന്നാൽ നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. അങ്ങനെ അബിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പുറത്തേക്ക് മാറി പോവാണ്. എന്താ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ഞാനിനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അല്ലേലും എന്ത് പരിപാടി ചെയ്താലും ഇങ്ങനെയല്ലേ അവസാനം വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ വിഗ്രഹം മോഷ്ടിച്ച കേസ് തന്നെ എങ്ങനെ തലയൂരാം? അതിന് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവര് നമ്മുടെ പേരെന്തെങ്കിലും പറയോ? അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ നീ അടുത്ത ഒരു കുതന്ത്രം കൂടെ പോയി ഒപ്പിച്ചോണ്ട് വന്നേക്കുന്നേ. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അബി നിനക്ക്? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞ അബി, ശരിക്കും അറിയാമെങ്കിൽ മാത്രം നീ ഇതിന്റെ പുറകെ പോയാൽ മതി. ആ വെട്ട് സതീശിനെയൊക്കെ പിടിച്ച ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അബി പെട്ടെന്ന് പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ? എനിക്കറിയില്ലായിരുന്നു അവൻ ഇതിനകത്ത് വന്ന് പെട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഏർപ്പാടാക്കിയ അയാളൊന്നും അല്ലായിരുന്നു. സതീശിനെ അല്ല ഞാൻ ഏർപ്പാടാക്കിയത്. ഞാൻ വേറെ കൊട്ടേഷൻ സംഘത്തിന് ഏർപ്പാടാക്കിയത്. പക്ഷെ അവൻ ഇതിനകത്ത് എങ്ങനെ വന്ന് പെട്ടെന്ന് എനിക്ക് അറിയില്ലമ്മേന്ന് പറയണം. ഇനിയിപ്പൊ നീ കൂടുതലൊന്നും പറയണ്ട. അവന്റെ ഉള്ളിലെ ആഗ്രഹം മനസ്സിലായില്ലായിരുന്നോ? ഇതുപോലെയുള്ള ഒരുത്തന്മാരൊന്നും നമ്മൾ ഇത് കൊടുക്കലടാ. ഇനിയിപ്പൊ നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പൊ ഞാൻ എന്റേതായ രീതിക്കൊക്കെ മുന്നോട്ട് നീങ്ങണമെന്നാണ് തോന്നുന്നത്. അല്ല അമ്മ എന്താ ഉദ്ദേശിച്ചേക്കുന്നേ? ഇനി അധികം വൈകാതെ തന്നെ അവൾക്ക് മാസം 6-7 ആവും. 6-7 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ചടങ്ങുകളൊക്കെ നടത്തും. ചടങ്ങുകൾ നടത്തി അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയില്ലേ? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അവളെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ല. അവൾ ഈ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ അവളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് തന്നെ അവളെ ഇല്ലാതാക്കണം. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ തിരിച്ചു വരുന്നത് ഒരു കൈക്കുഞ്ഞുമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒന്നും നടപ്പാവില്ല. നിനക്കറിയാലോ. പിന്നെ ഒരു പിടിച്ചിട്ടുണ്ടല്ല, നിനക്ക് വേറെ കോടീശ്വരന്റെ മോളെ കല്യാണം കഴിക്കുന്നുള്ള നിന്റെ ആഗ്രഹം അതോടുകൂടി തകർന്നടിയോ അബി. ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ വേണ്ടാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബിക്ക് തോന്നി അമ്മ പറയുന്നത് ശരിയാന്നുള്ള കാര്യം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നീ ദൈവത്തെ ഓർത്തിനി ഒന്നിനും മെനക്കണ്ട. ഇനി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് ജലജ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അറുമുഖണ്ണം വരുന്നേ. അപ്പം ഇതിനു മുമ്പ് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയ ചെക്കൊന്നും കൊടുത്തില്ലായിരുന്നു. അതിന്റെ ഒരു പണം പോലും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ വിഗ്രഹങ്ങളെല്ലാം ക്ഷേത്രത്തിൽ കൊടുത്തതിന് ശേഷം അവര് പൈസ കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു താമസിച്ചത്. പിന്നീട് അതിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അറുമുഖണ്ണം നേരെ വീട്ടിൽ കൊടുക്കാതെ നയനയുടെ വീട്ടിൽ കൊടുക്കാൻ നേരെ നയനയുടെ അടുത്തേക്കാണ് വരുന്നത്. നയനയുടെ അടുത്ത് നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇതേ മോളെ പൈസയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് മോളുടെയിലേക്ക് ഈ ചെക്ക് തരാൻ ഞാൻ വന്നാന്ന് പറയണം. നയനയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു. നയന പറഞ്ഞാൽ എന്റെ തരണ്ട, ആദർശന്റെ കൊടുത്തേക്കാൻ പറയാണ്. അപ്പൊ ആദർശനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവളുടെ കഷ്ടപ്പാടിന്റെ ബലമില്ലെന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, എന്റെ കഷ്ടപ്പാടിന്റെ ബലമൊക്കെ തന്നെയാ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവസാന നിമിഷം ആദർശേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ വിഗ്രഹങ്ങളൊന്നും തിരിച്ചു കിട്ടില്ലായിരുന്നു. ആദർശേട്ടൻ കാരണം അതൊക്കെ കിട്ടിയെന്ന് പറയാണ്. അറുമുഖണ്ണം പറഞ്ഞു, ശരിയാ മോള് പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം. ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും കൂടെ ഇതങ്ങോട്ട് സ്വീകരിക്കാൻ പറയണം. അങ്ങനെ രണ്ടുപേരുടെ കയ്യിലേക്ക് ആ ചെക്കൻ കൂടെ വെച്ചു കൊടുക്കണം. നയനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു. പിന്നീട് നയന പറഞ്ഞു, അതെ ചായ കുടിച്ചിട്ട് പോകാന്ന് പറയണേ. വേണ്ട വേളെ, ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് വന്നോളൂ, ശരിയെന്ന് അതൊക്കെ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോവാണ് പുള്ളിക്കാരൻ. ഈ സമയത്ത് നയനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വന്നു. എത്രയോ കാലത്തിന് ശേഷമാണ് ഇത്രയും വലിയൊരു എമൗണ്ടിന് മാത്രമല്ല തന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പൈസയത്. ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് വേണം പലിശക്കാരൻ ചന്ദന്റെ കടം വീട്ടാനായിട്ട്, വീടിന്റെ ആധാരമൊക്കെ എടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ കിടന്ന് കഷ്ടപ്പെടുക തന്നെ. പിന്നീട് ആദർശനോട് പറയുന്നുണ്ട്, നമുക്ക് തന്നെ പോയി അയാളുടെ കയ്യിൽ നിന്ന് ഈ ആധാരം മേടിച്ചുകൊണ്ട് വരണം, വീട്ടുകാർക്ക് കൊടുക്കണം. അതെന്റെ ഒരു ആഗ്രഹം ആദർശേട്ടാന്ന് പറയണം. പിന്നീട് ഈ ചെക്കും കൈ പിടിച്ചുകൊണ്ട്
നിൽക്കുന്ന നയനയ്ക്ക് എന്ത് ചെയ്യണം. നയന ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ആദർശം അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ആദർശനെ വിളിച്ചു. ആദർശേട്ടാ അവിടെ ഒന്ന് നിൽക്കാൻ പറയണം. എന്താ നയന എന്താന്ന് ചോദിക്കുകയാണ്. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്തിനാ എന്നോട് നന്ദി പറയണേ? എന്നോട് നന്ദി പറയേണ്ട ഒരു ആവശ്യമില്ലെന്നുണ്ട്. അല്ല ആദർശേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എന്നാ ഇപ്പം ഈ ചെക്ക് എൻ്റെ കൈകളിൽ എത്തില്ലായിരുന്നു പറയാണ്. അന്ന് ആ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയ സമയം എത്രമാത്രം ബുദ്ധിമുട്ടി. അന്ന് ഞങ്ങൾ തന്നെയായിരുന്നു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നയന എന്ത് ചെയ്യുവാണ്, ആദർശനെ പോയി കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. ആദർശം ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. എന്താ നയന ഇതെന്താ കൊച്ചു കുട്ടികളെ പോലെ ചോദിക്കണം. ഇല്ല ആദർശേട്ടാ സന്തോഷം കൊണ്ടാന്ന് പറയാണ്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറുവാണ്. ആദർശന് ഒരു കാര്യം മനസ്സിലായി, ഇവൾ തന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശന് വേണ്ടി താൻ അഭിനയിക്കുവാണ്. പക്ഷെ ഇവൾക്ക് അതൊന്നും അറിയത്തില്ല. ഇവൾ അതൊക്കെ അറിയുന്ന ഒരു നിമിഷം പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. പിന്നീട് കാണിക്കുന്നൊരു വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഗോവിന്ദനോട് തുറന്ന് പറയുന്നുണ്ട് കനക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് വല്ലാത്ത ടെൻഷനായിപ്പോയി. ഗോവിന്ദൻ ചോദിച്ചു എന്തിനാ അവള് ഈ സമയത്ത് ഈ പുറത്ത് ഹണിമൂണിനാന്നും പറഞ്ഞിട്ട് അഭിയം വിളിച്ചിട്ട് പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതെങ്ങനെയാ, അവൾക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ, അവൾക്ക് ഇങ്ങനെ തുള്ളിക്കളിച്ച് നടന്നാൽ മതിയല്ലോ, അവൾക്ക് കിട്ടേണ്ട തന്നെ കിട്ടിയെന്ന് പറയാണ്. അവൾക്ക് ഒരു തരം കുറവുണ്ടായിരുന്നു, ആ ദൈവമായിട്ട് അവൾക്ക് കൊടുത്താ. അല്ല അമ്മയോട് ആരാ ആ സമയത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞേ, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, ചുമ്മാ ചെന്നങ്ങോട്ട് കയറി കൊടുത്തേക്കുവാ എന്നൊക്കെ പറഞ്ഞു നന്ദു കുറ്റപ്പെടുത്തുക. ഇത് കേട്ടപ്പോൾ കനക പറഞ്ഞു പിന്നെ ഞാനല്ലാതെ എൻ്റെ മോളെ രക്ഷിക്കാൻ വേറെ ആരെങ്കിലും പോവോ, നീ പോവോന്ന് ചോദിക്കുകയാണ്. പിന്നെ അമ്മേനോട് പറയുമായിരുന്നേ അവന്മാരൊക്കെ ഒറ്റ ഇടിക്കാൻ ശരിയാക്കിയാണെന്ന് പറയാം. അതെ അതെ എനിക്കറിയാലോ നിന്നെ, ഞാൻ ഇന്നും ഇന്നലെ കാണുന്നല്ലോ. എടി ഇങ്ങനെ തന്നെയാ, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുമ്പോൾ എൻ്റെ ആദ്യം നിനക്ക് മനസ്സിലായി. ഇപ്പം നീ ഗുണ്ടകളെ നേരിടാൻ പോയി കഴിയുമ്പോഴത്തേനും ഈ വീട്ടിലിരിക്കുന്ന ഞാനും ഈ അവസ്ഥയിലൊക്കെ തന്നെയാ. നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന്. ഇന്ന് ഒരു ദിവസം ഞാൻ പോയപ്പോൾ തന്നെ നിനക്ക് ഇത്ര ആദ്യമാണെങ്കിൽ എന്ന് ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് എത്രമാത്രം വേവലാതിപ്പെടുന്നുണ്ടെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരിച്ചെടുത്തെന്ന് പറയാണ്. ഗോവിന്ദൻ പറഞ്ഞു എന്നാലും നവ്യനെ രക്ഷപ്പെടുത്തിയല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നയനമോളും ആദർശം ഉള്ളതുകൊണ്ട് തന്നെയാന്ന് പറയാണ്. പെട്ടെന്ന് കനക പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം, അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, നയനമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, പാവം അവളും ആദർശമോനും എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നയനെ വിളിക്കുകയാണ്. നയനെ വിളിച്ചിട്ട് നയനോട് ചോദിച്ചു എന്തായി മോളെ, അവിടെ ചെന്നിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ, വല്ല കുഴപ്പം എന്തെങ്കിലും ഉണ്ടായി? ഒരു കുഴപ്പമില്ലമ്മയെന്ന് പറയാണ്. എന്ത് നവ്യ എന്തേക്കും, നവ്യേച്ച് മുറിയിലേക്ക് കയറി പോയിട്ടുണ്ട്, പുള്ളിക്കാരത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. നിങ്ങളുള്ളതുകൊണ്ടാ മോളെ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയാണ്. ആ സമയത്ത് ആദർശമോനും കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യണം, എന്നെ കൂടെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ സമയത്ത് നവ്യ ജീവനോടെ പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. പെട്ടെന്ന് കനകയോട് നയന പറയാം ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് അമ്മ വേവലാതിപ്പെടുന്നുണ്ട് കേട്ടോ, എല്ലാം കഴിഞ്ഞില്ലേ, ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് പറഞ്ഞു ആദർശമോനെ നന്നായിട്ട് നോക്കണം, അവനെപ്പോലെ ഒരു നല്ലൊരു മോനെ ഭർത്താവായിട്ട് കിട്ടിയ നിന്റെ ഭാഗ്യം. ഒരുപക്ഷെ അന്ന് ആ നവ്യയായിട്ടുള്ള കല്യാണം മുടങ്ങിയേ തന്നായി, നിനക്ക് വേണ്ടി ദൈവം വിധിച്ചു വെച്ചതാ ആദർശനെ, അവൻ അത്ര നല്ലവനാ, നിന്റെ നല്ല സ്വഭാവത്തിന് കിട്ടിയതാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു വരുവാ. നയനയ്ക്ക് മനസ്സിലായി ആദർശൻ എത്ര നല്ലവനാന്ന് മനസ്സിലായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ ഞാൻ വരും കേട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.